ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഗൈസ്. ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ കുഴിമൂടലാണ് ഗൈസ്. ഇവിടെ നിറച്ച് കുഴിച്ചാണ്. ആ സോംബിയുടെ ക്രീപ്പറാണ് കയ്യിലുണ്ടെന്നാണ് വരുന്നത്. പിന്നെ ചെറിയ വീഡിയോ കാണുന്നവരൊന്നും ആരും ലൈക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ ഗൈസ്. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യും. എന്നാലും വെച്ച് ഇതേമാതിരി ഓരോ ഇൻട്രസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഇടാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഇടാൻ കണ്ടന്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു സമയം കിട്ടിയില്ല. ഇടയ്ക്ക് ക്ലിയർ പോകണമെന്ന് എന്താ വെച്ചാൽ ബേക്കിലൊക്കെ കാർട്ടനൊക്കെ എടുത്ത് കളഞ്ഞു എൻ്റെ കൈസ്. ഉണ്ടോ ആ ബസ്സിലെ കാർട്ടൊക്കെ എടുത്ത് കളഞ്ഞത്. ആ ഭാഗത്തെ കാർട്ടനൊക്കെ എടുത്ത് കളഞ്ഞു. ഈ നോമ്പ് മണിയായുണ്ട്. നമുക്ക് നേരെ പണിയിലോട്ട് പോവാം. ജോലിയിലോട്ട് പോവാം. ജോലി എടുക്കാനുണ്ട്. കുറേ ജോലിയുണ്ട്. നമ്മളിതിൻ്റെ എല്ലാടൊക്കെ എടുത്താണ്ട് ഒക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കണേ. ഇവിടുത്തെ കല്ലൊക്കെ കഴിയാനിരിക്കണം. ഇവിടെ ബാക്കിൽ കാർട്ടൺ ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു ഇതൊക്കെ അടച്ചു വെക്കണം. പിന്നെ മുകളായിട്ട് ഇങ്ങനെ ഒരൊറ്റ വരി ഇത് മൂടുകയെന്ന് വെച്ചാൽ അത് കഷ്ടമാണ് കഴിച്ച്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ ക്രീപ്പറുടെ കാര്യമൊക്കെ പണ്ടേ ഉടായ്പാണ് നിങ്ങൾക്കറിയാം. ക്രീപ്പറൊക്കെ പണ്ടേ ഉടായ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒന്ന് പൊട്ടിത്തെറിച്ചാൽ പിന്നെ കൊണ്ടും ചാവും. മുകൾ വാങ്ങാൻ അടക്കണം. കഷ്ടകാലാണ്. ഭയങ്കര പാടാണ്. അടുത്തടുത്ത് നമ്മൾ ഭയങ്കര പണി. ഏതാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയാകുമ്പോൾ പൊട്ടിത്തെറിച്ചാലും കുഴപ്പമില്ല. കുറച്ചേ നമുക്ക് അടക്കാനുണ്ടാവുള്ളൂ. കുറച്ചേ നമുക്ക് അടക്കാനുണ്ടാവുള്ളൂ. മറ്റേതാകുമ്പോൾ തോനെടുക്കാണ്ടാവില്ല. അടച്ച് തന്നെ പിന്നെ ഇങ്ങനെ അടച്ചുകൊണ്ട് ചിലപ്പോൾ കുജിലൊക്കെ നമ്മൾ ചാടിപ്പോകും. നമ്മൾ കുജിലൊന്നും പോയി ചാടി വെക്കാൻ അങ്ങനെയാണ് നമ്മളവിടെ ഈ കുഴിയൊക്കെ മൂടുന്നത്. കുറ്റുമൂടിയിട്ട് സീനാണ്. ചിലപ്പോൾ ആരെ ലൈഫിലൊക്കെ നമ്മൾ കുജില് കാണുന്നത്. ചിലപ്പോൾ ആണ് ഡെഡായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആവശ്യമില്ല അതും തേടി പോകണം. ബെഡ് തെറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം കുറച്ച് എടുത്തല്ലേ. എന്നാലും കുറച്ച് എടുത്താണെങ്കിൽ അങ്ങോട്ട് നടന്നു പോകണ്ടേ. ഭയങ്കര കഷ്ടപ്പാടാണൊക്കെ. ഉറങ്ങാനുള്ള സമയം നമുക്ക് പിന്നെ മൂട്ടിയൊക്കെ വെട്ടി കഴിച്ചു. പിന്നെ ഈ ബാക്കിൽ ഒളിച്ച് വരുന്നോണ്ട് ഏറ്റവും
ലൈറ്റൊക്കെ ഇട്ടു. ലൈറ്റ് ഇട്ടിട്ടും മൂത്ത് വെളിച്ചടിച്ച മൂത്ത് വെളിച്ചം കിട്ടില്ല. ഇങ്ങനെ ഈ സൈഡിൽ നിന്നാൽ കിട്ടണ്ടല്ലോ. ഇത് ഇങ്ങോട്ടാക്കണ നല്ലത്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നേരിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. വെറുതെ അങ്ങോട്ട് തിരി എന്താ സ്മെൽറ്റ് ആയാലും ഇല്ല. കോളും കഴിയാനായി. മിക്കവാറും ഈ കാണുന്ന വുഡാളൊക്കെ എടുക്കേണ്ടി വരും. നമുക്ക് കോളിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ ആ മരങ്ങളൊക്കെ മതി. കാരണം മരത്തിൻ്റെ ഇത് വെച്ചാൽ നമുക്ക് കോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ കുഴിയൊക്കെ മൂടിയിട്ട് അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ഓക്കെ ഗൈസ്, കഴിയാനയക്കണ്. അപ്പോൾ ഇതൊക്കെ മൂടിയാൽ മതി. നമ്മൾ സെറ്റാക്കിയാൽ ഈ ഒരു ഭാഗം ക്ലീനായിരിക്കും. ഇപ്പോൾ മാറിപ്പോയി കല്ല് കഴിഞ്ഞ് സ്മെൽറ്റ് ചെയ്തോളം നോക്കാം. ഇത്രയും വലിയ അണ്ടർഗ്രൗണ്ട് പോലെ വിശാലമായ സ്ഥലം. കുറച്ചുകൂടി വിശാലാക്കാണ്ട്. ഈ ഭാഗത്ത് 10 ഈ ഭാഗത്ത് 9 സ്മെൽറ്റ് ആയിക്കോട്ടെ. ഇത്രയും പോരെ സ്ഥലം. ഇത്ര സ്ഥലം പോരെ നമുക്ക് ഒരു വീടുണ്ടാക്കാൻ. മതിയാവുമല്ലോ. മതിയാവുമല്ലോ, ധാരാളം. ഏത് ഭാഗത്തൊക്കെ ഞങ്ങൾ ഇതാക്കുക. പെരന്ന് പുറത്തിറങ്ങണ്ടേ? പെരന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ എന്താ ഈ ഒരു ഭാഗമാക്കണോ, ഈ ഒരു ഭാഗമാക്കണോ, ഈ ഒരു ഭാഗം ഏതെങ്കിലും ഭാഗം പൊടിച്ച് നമുക്ക് വീടുണ്ട്. എന്നിട്ട് അതുപോലെ ഇപ്പം നമുക്ക് ഫസ്റ്റ് ഉറക്കമാണ് വേണ്ടത്. ഇപ്പം എത്ര ദിവസമായി നമ്മൾ ഉറങ്ങിയിട്ട്? 13 ദിവസമായി. 13 ദിവസം 13 ദിവസം ചത്തുറങ്ങിയിട്ടുണ്ട്. നമുക്ക് വീടുണ്ടാക്കുന്ന പരിപാടി ചെറുതായിട്ട്. എൻ്റെ ഫോണിൽ പെട്ടെന്ന് ചൂടായ പെട്ടെന്ന് ലേഖടിച്ചാൽ എൻ്റെ ഫോണിൽ ഓരോ അസുഖമാണ്. പെട്ടെന്ന് ചൂടാവുക.
ഇവിടെ 4 ഭാഗം മാർക്ക് ചെയ്തേക്കണം. രണ്ട് വാതിൽ വെക്കാനുള്ള സ്ഥലവും വേണം. ജസ്റ്റ് വാതിൽ വരേണ്ട ഭാഗം ഇതൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടാക്കിയാലോ? എങ്ങോട്ടപ്പോ വാതിലാക്കുക? ഏതായാലും എൻ്റെ പേരൻ്റെ പുറത്തേക്ക് പോകാലോ വാതിൽ ഏതായാലും ഇങ്ങോട്ട് തന്നെയാണ്, ഈ ഒരു വാതിലാണ്. നമ്മൾ ഇങ്ങോട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇവിടെ, ഒരു ബ്ലോക്ക് ഇവിടെ. ഇതിനനുസരിച്ച് നമുക്ക് വാതിലാക്കാം. ഇത് നമുക്ക് വാതിലിനില്ല ഭാഗം, നമുക്ക് തറ ഇടാനുള്ള ഭാഗമില്ലാത്ത ഈ ഒരു ഭാഗമില്ലേ, ചുമരില്ല ഭാഗങ്ങൾ ഉണ്ടാക്കാം. ഈ 2 പാർട്ട് ഉണ്ടാവില്ല. ജനാലൊക്കെ ഉണ്ട്, ജനാലെന്താ ഒറ്റക്കമ്പി ആക്കിക്കുക, ഒറ്റക്കമ്പി ആക്കിയിട്ടുണ്ട്. ഒറ്റക്കമ്പി രസം ഉണ്ടാവില്ല. രണ്ട് കമ്പി ആക്കി ആണുള്ളൂ, 2 കമ്പി വേണ്ട, നമുക്ക് 3 കമ്പി ആക്കാം. 3 കമ്പി അങ്ങനെ ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവും? സെറ്റാവില്ലേ? പക്ഷേ എന്താന്ന് വെച്ചാൽ നമ്മൾ വാതിൽ ഇവിടെ ആയിട്ട് വെക്കൂല, ഈ വുഡ് വെച്ചെടുത്ത് അവിടെ ആക്കൂല. നമുക്ക് ഒരു ബ്ലോക്ക് ഇപ്പറ ഭാഗത്താണ് നമ്മൾ മതിൽ പോലെ ഉണ്ടാക്കുന്നത്. മതിലല്ല, ചാമര് പോലത്തെ ഉണ്ടാക്കുന്നത്. അപ്പം ഒരടി കുറയും, ഒരടി ബ്ലോക്ക് കുറയും. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ വെക്കാൻ. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഒരു അടയാളത്തിൽ വെച്ചാണ് നമ്മൾ ഡോർ വെക്കാല്ലേ. ഡോർ വെക്കണ്ടേ? 2 3 എങ്ങോട്ടേ പോകണം? 1 2 3 4 5 6 7 8 8ാമത്തെ അതിൽ വെക്കാല്ലേ. 8ാമത്തെ അതിൽ വെക്കുമ്പോൾ ഇവിടെ ആയിട്ട് വരും നമ്മുടെ ചുമരിൻ്റെ ഭാഗം. അപ്പോൾ എത്ര ജനാല കാറ്റും? 1 2 3 4 ഭാഗം. ഇഞ്ച് താക്ക് 3 ഭാഗമുള്ളൂ കേസ്. ഞാൻ നിൽക്കുന്ന കൊടുത്തുന്ന 3 ഭാഗമുള്ളൂ. 4 ഭാഗം കണ്ടിക്കോട്ടെ. അപ്പോൾ അത് ഓക്കെ. 2 3 4 5 6 7 8 8ാമത്തിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മുടെ ചുമരിൻ്റെ ഭാഗം. അപ്പം എത്ര ഉണ്ട് നമുക്ക് ഇതൊക്കെ? ഈ ഒരു ഭാഗം കൂട്ടാതെ ഈ ഒരു ഭാഗം 1 2 3 4. ഓക്കെ, ഇത് 4 ഭാഗം.
അതൊക്കെ എങ്ങനെ ഇപ്പോൾ ഒരു പെര പോലെ താക്കത് ഞാൻ ഇതാക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ് എന്താന്ന് പോലും അറിയണില്ല. മറ്റേ ബിൽഡിംഗ് പോലെ പേര് ഉണ്ടാക്കിയല്ലോ നമ്മള് മൈൻക്രാഫ്റ്റ് ആർക്കോറിൽ ഉണ്ടാക്കിയവര് മുകൾക്ക് അതെന്താവും എനിക്കറിയില്ല, നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. എനിക്ക് രസം ഉണ്ടാവും അറിയില്ല, നിങ്ങൾക്ക് രസം ഉണ്ടാവുമെന്ന് ഇച്ചും അറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് എത്ര അടി പോകണം നമ്മൾ? 1 2 3 4 5 6 8 9 അടി എത്തില്ലേ? ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഇപ്പോൾ അപ്പോൾ ഗൈസ് ഇതൊക്കെ ശരിയാക്കി വീണു. ഇനി ഉള്ളിലടിയിൽ ഏരടിയിൽ താറാട്ടാക്ക് സ്മെൽറ്റാക്കി എടുക്കണം. നമുക്ക് സ്മെൽറ്റാക്കല്ല ഇത് ഉണ്ടാക്കണം. ഇത് ഏതായാലും കോള് ഏതായാലും നമ്മൾ മൈൻഡ് ചെയ്തുണ്ടാക്കുന്നില്ല, നമ്മൾ മരം വെട്ടിണ്ടാക്കും. മരം വെട്ടുക, ഇതാക്കുക, സ്മെൽറ്റ് ചെയ്യുക, സ്റ്റോണുകളൊക്കെ സ്മെൽറ്റ് ചെയ്യാക്കാം. ചെറുതായിട്ട് രേഖണ്ടല്ലേ, ഫോണ് ഹീറ്റായിട്ടാണ് ഗൈസ്. എന്താ അറിയില്ല, ഫോണ് പെട്ടെന്ന് ഹീറ്റാവുന്നുണ്ട്. ഈ ചെറുതായ മൊബൈലൊക്കെ ഡിസ്പ്ലേ വലിച്ചറിയാനായിട്ട് എന്താ കാര്യം? പൈസ വേണ്ടേ? പൈസ ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ചും കൂടി നല്ല കുട്ടിയിൽ മൊബൈൽ എടുക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ എന്തെങ്കിലും ഭാഗ്യം പേരൊക്കെ പുതിയ മൊബൈലൊക്കെ എടുക്കാൻ ഭാഗ്യം പേരൊക്കെ ജോലിയൊക്കെ ആകുമ്പോ പണിയൊക്കെ ആകുമ്പോൾ കിട്ടിയേക്കര പൈസ ഉരുപ്പിട്ടണം. പൈസ ഉരുപ്പിട്ടിയാലേ കാര്യം നടക്കുള്ളൂ. നമുക്കിതൊക്കെ വിട്ട് അത് പറയണ്ടല്ലോ, കുറേ അതൊന്നും വേണ്ട, നമുക്ക് ഇത്ര മതി, 24 മതി. നമുക്ക് നേരെ പരിക്കെത്തിയിട്ട് ഇപ്പം മീറ്റ് ചെയ്യാൻ കഴിച്ചു ഞങ്ങളെ, കാരണം ഈ ലേ കർഷണം കൊണ്ട് പെട്ടെന്ന് എത്തൂല. പോയിട്ട് പരിക്കെത്തിയിട്ട് മീറ്റ് ചെയ്യാം. ഇതായില്ലേ സ്റ്റോപ്പ് പറയാൻ? ഓക്കെ നമ്മൾ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഇതില്ല, കുറച്ചുകൂടെ ഉണ്ട്. ഇതൊക്കെ മതിയാവും എന്നാണ് തോന്നുന്നത്.
നമുക്കൊരു സാധനം ഉണ്ടാക്കാനുണ്ട്. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അതിന് അയൺ വേണ്ടി വരും ഇല്ലേ? എവിടെ എവിടെ അത് അത് ഒരു അയൺ വേണം. അയണവിടെ അന്ന് പാര വിളിച്ചത് അയണിനെ വിളിച്ചത് ഒരു അയണുള്ളേ 10 അവിടെ കവറിൽ നോട്ടെ. ഒരു സഞ്ചി നോട്ടെ. 2 നമുക്ക് എടുക്കാം. 2 എടുത്തിട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. എനിക്കിവിടെ അറിയുന്ന അത് സ്മെൽറ്റ് ഒന്ന് ആയിക്കോട്ടെ. ഓ മൈ ഗോഡ്. നമുക്ക് കടന്നുറങ്ങാം. എന്താ എന്നെ പാരടിച്ച് കഴിഞ്ഞാൽ കടന്നുറങ്ങാം. കടന്നുറങ്ങാന്ന് വെച്ച് എന്നാലും പിന്നെ എത്രാമത്തെ ദിവസം അറിയാം. എത്രാമത്തെ ദിവസമായി? 16 അല്ലേ? 16 ദിവസമായി ചത്തുറങ്ങിയിട്ട്. 16 ദിവസം ചത്താണ് ഉറങ്ങി. എന്തൊരു ഉറക്കത്. കഴിഞ്ഞ് തോന്നുന്നു വയസ്സ്. ഇപ്പം 2 അയൺ കിട്ടി. ഇതോടെ സ്മെല് ചെയ്യാൻ വെക്കാം. ഇത്രയും സാധനം റെസിപ്പികളൊക്കെ ഓണായിട്ടുണ്ട്. കണ്ടോ മുകളിലുണ്ടോ? ഇതൊരു റെസിപ്പി ശരിയായിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഇത് അയണിവിടെ വെച്ചാൽ അത് സെറ്റായി. ഒരു ഷെയ്ഡോട് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ അടി വാങ്ങിയേക്കണ്ടല്ലോ. ഓക്കെ സെറ്റ്. നിങ്ങൾക്ക് ഷെയ്ഡ് കഴിഞ്ഞിട്ട് പിടിച്ചാൽ പ്രൊട്ടക്ഷൻ. ക്രീപ്പറിനെ എന്തെങ്കിലും പേടിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് അങ്ങനെ ഷെയ്ഡാണ് പിടിച്ചേക്കാൻ. കുറച്ച് ബാക്കൊക്കെ പോകും. ഈ ഒരു ലൈഫിൽ നിന്ന് അര പോവും. അത്ര ഉണ്ടാവുള്ളൂ. അത്രയോട് തോന്നുന്നു. അറിയില്ല കേട്ടോ. ക്രീപ്പറിൻ്റെ നിന്ന് അടി ഉണ്ടായാലേ അറിയുള്ളൂ. ഇതേതായാലും ഇവിടെ ആക്കട്ടെ. ഇവിടെ ഇല്ല. ഇവിടെ എൻ്റെ തറൻ്റെ നിറവത്തൊക്കെ അവിടെ ഇപ്പം എങ്ങനെയുണ്ട്? ഇവിടെ ഇങ്ങനെ കടക്കാൻ എന്നിട്ട് നീ ഇങ്ങനെ പോവുക. 2 കഷ്ണമായാണ്ട് പുറത്തേക്ക് വരിക. ആനുണ്ടാവുക. അടിപൊളിയൊക്കെ വരില്ലേ? ഒന്നും വെച്ചാൽ ശരിയാവില്ല. ഓക്കെ, അത് തെറ്റായി. അപ്പം തറ നമുക്ക് കുറച്ച് ഉണ്ടാവുള്ളൂ. ഇനിയും ചിലപ്പോൾ ആവശ്യം വരും. അല്ലേ? തറ മാറിപ്പോയല്ലോ. സ്ഥലം മാറിപ്പോയി. ചൂടായാലും ലേഗ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു കളി ചോകിനോട് കളിച്ചാൽ കഴിയുന്നില്ല. തൊള്ളിങ്ങനെ വരുന്നില്ല. ഇതൊന്നും പറയാലോ. ആക്കളൊന്നും തൊള്ളി പുറത്തേക്ക് വരുന്നില്ല. എന്താവോ എന്തൊക്കെയോ പറ്റിക്കണം. ഞാൻ നാവിന് ഒന്നും പുറത്തേക്കാണ് ചാടുന്നില്ല.
പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണാനൊക്കെ ലൈക്ക് ചെയ്യുക. ഇന്നെന്താ ലൈക്ക് ചെയ്യാത്തത്? ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. വീഡിയോ ഇനി ഞങ്ങൾക്കൊന്നും ഇനി അടുത്ത എപ്പിസോഡാണെങ്കിൽ ഒന്നും കാണാനൊന്നും പറ്റൂല. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളാരും വീഡിയോ ലൈക്ക് ചെയ്യില്ല. ഒരു 10 ലൈക്ക് ആയാലും കൊണ്ടുപോയി നിങ്ങൾ ആരെങ്കിലും ഒരു 10 ലൈക്ക് ആയാലും. എല്ലാവരും മാറി ഞാൻ കൂടുതൽ ചോദിച്ചു വാങ്ങലില്ല അങ്ങോട്ട്. ആ ഒരു 10 ലൈക്ക് മാത്രം മതി. അതിൽ 15 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 15 സബ്സ്ക്രൈബ് 5 സബ്സ്ക്രൈബേഴ്സ് 5 ആൾക്കാരെ ലൈക്ക് ചെയ്യാതെ ബാക്കി 10 ആൾക്കാരെ ലൈക്ക് ചെയ്യുക. ഒരു 10 ലൈക്ക് മാത്രം മതി. വേറെ ഒന്നും വേണ്ട. വേറെ വേണം ലൈക്ക് സബ്സ്ക്രൈബ് വേണം. സബ്സ്ക്രൈബ് ഇല്ലാത്തൊരു കളിയില്ല. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത് മൊത്തം സെറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ കേട്ടോ. വേണം മീറ്റ് ചെയ്യാം ഗൈസ്. നമുക്കൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. നോക്കിയ ഈ ഒരു കേവ് നോക്കിയ അടിപൊളിയില്ലേ? അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. നോക്കിയ തൂണ് പോലെ തോന്നിയിട്ടുണ്ടൊക്കെ സംഭവങ്ങൾ. ലാവ, വാട്ടർ, ക്രീപ്പർ പോണിൽ കൂടെ. എന്നൊരു അടിപൊളിയില്ലേ ഈ ഒരു സംഭവം കാണാൻ? അടിപൊളിയുണ്ട്. ചില കല്ലുകളൊക്കെ എയറിലൊക്കെ ഒരു സംഭവം അടിപൊളിയായി. പൊളിച്ചേതായാലും ഞാൻ വെറുതെ ഒന്ന് ഇതിൽ കൂടെ പോയി നോക്കിയതാ. എന്തേലും അയൺ എന്തെങ്കിലും കിട്ടണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ഇതിൽ കൂടെ ഒന്ന് പോയി നോക്കിയതാ. അപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഒരു രക്ഷയില്ല. നമ്മളെ തറ ഇട്ടണ പരിപാടി ഒന്നും ഇപ്പം കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ അതൊന്ന് ശരിയാക്കിയിട്ട് ഇപ്പം വരാം ഗൈസ്. ഞാൻ ഗൈസ് തറയുടെ പരിപാടി കഴിയാനിരിക്കുന്നു. കുറച്ചും കൂടി ഉള്ളു, കഴിഞ്ഞു. നമുക്ക് മതിലുണ്ടാക്കാനുള്ള പരിപാടി നോക്കാം ഗൈസ്. മതിൽ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഉണ്ടാക്കാനുള്ള പരിപാടി നമുക്കിനി അടുത്ത വീഡിയോയിൽ നോക്കാം ഗൈസ്. ഇപ്പം നമുക്കിതിവിടെ വെറുതെ ഒന്ന് കറങ്ങി കിടക്കാം. അവിടെ ഈ മരി വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാഞ്ഞ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. രസമല്ലേ? ഇങ്ങനെ പന്നീനെ കാണാം, അവിടെ നോക്കിയ കോഴികളെ കാണാം. പിന്നെ അങ്ങോട്ട് പോയാൽ അതിൻ്റെ ബെഡ്റൂമും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ ബോക്സിൽ എത്ര സാധനങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ കടന്നുറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ കടന്നിറങ്ങിയിട്ടില്ലേ പണി കിട്ടും. വെറുതെ അടി വാങ്ങാൻ പോണേ നമ്മൾ അല്ലേ? അടി വാങ്ങിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പിന്നെ ഗൈസ് നമുക്ക് വില്ലേജ് ഒന്ന് പോയേക്കാം. വില്ലേജ് ഒന്ന് പോയേക്കാം ഗൈസ്. ഇവിടെ വില്ലേജ് ഒരു വില്ലേജ് ഉള്ളിൽ കയറി പോയി. എത്ര വില്ലേജറുണ്ടോട്ടെ ഇവിടെ? എത്ര വില്ലേജറുണ്ടെങ്കിൽ 2 വില്ലേജറാകുമ്പോൾ നമുക്ക് കൊണ്ടുപോകണം. ഇവിടുന്ന് 2 ആൾക്കാരെ ഇവിടുന്ന് കൊണ്ടുപോകണം. 2 ആൾക്കാരുണ്ട്. എന്തിനാന്ന് വെച്ചാൽ വില്ലേജറിനെ നമ്മൾ പേരൻ്റെ ഭാഗത്ത് കൊണ്ടുവരുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ അവിടെ ഓൽക്കൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട് നാളെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ നമ്മൾ വെറുതെ അവിടെ വില്ലേജ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കുക.
ആങ്കോളത്തിൽ നമുക്ക് ടാറ്റ എടുക്കാം. ഹായ്.